വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങിയാലോ. അപ്പോൾ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. ഞാൻ അലോവേര ജെല്ലും പിന്നെ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറുമാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ ഞാൻ കുറച്ചധികം ഇടുന്നുണ്ട്. എനിക്ക് ഈ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അക്വാലജിക്കയുടെ സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു ഗ്ലോ തോന്നാറുണ്ട്. അടുത്ത് നമുക്ക് ലിപ് ബാം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചൊരു ലിപ് ബാമാണ്. കുഴപ്പമില്ല, നല്ല ലിപ് ബാമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാത്ത സിമ്പിളായിട്ടുള്ള ലുക്കാണ്. നിങ്ങൾ കോളേജിലോ ഓഫീസിലൊക്കെ സെലിബ്രേഷനൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഞാനിവിടെ ഫൗണ്ടേഷന് പകരം യൂസ് ചെയ്യുന്നത് ഒരു CC ക്രീമും പിന്നെ ഒരു സ്ട്രോക്ക് ക്രീമുമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ CC ക്രീമും സ്ട്രോക്ക് ക്രീമും കൂടി മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ്. അപ്പോഴത്തേനും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീലും ലുക്കും കിട്ടും. അതുപോലെ തന്നെ നല്ല ഗ്ലോയും ആണ്. അടുത്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ്. അപ്പോൾ പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള ചെറിയൊരു ഡാർക്ക്നെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും കൺസീലർ യൂസ് ചെയ്യുന്നത്. അത്രയൊന്നും എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ക്രീം യൂസ് ചെയ്താലും നല്ല പോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളെങ്കിലും നല്ല പോലെ മേക്കപ്പ് ഓവറായിട്ട് തോന്നേ. അപ്പോൾ നിങ്ങൾ ഏത് ക്രീം യൂസ് ചെയ്താലും നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു നാച്ചുറൽ ലുക്ക് തോന്നേ. ഇനി നമ്മൾ ചെയ്യുന്നത് ഐ ലുക്കാണ്. അപ്പം ഞാനിവിടെ ഐഷാഡോ പാലറ്റിൽ ഒരു പീച്ച് ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചേ ഇട്ടിട്ടുള്ളൂ, അധികം ഓവറായിട്ടൊന്നും ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. അത് ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഇടുന്നത്, ബ്രഷ് വെച്ചിട്ട് ഇടുന്നില്ല. അപ്പോൾ ഞാൻ മുകളിലിടുന്ന അതേ ഷെയ്ഡ് തന്നെ കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊന്നും കൂടെ കൊടുക്കേ. അപ്പോൾ ഒന്നും കൂടെ നല്ലൊരു നാച്ചുറലായിട്ട് തോന്നും. എനിക്കങ്ങനെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ മുകളിലിടുന്ന ഷെയ്ഡ് തന്നെ താഴെ ഇടാറുണ്ട്. അടുത്ത് ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. കണ്ണെഴുതുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഫോൺ നോക്കിയിട്ട് എനിക്ക് കണ്ണെഴുതാനായിട്ട് അത്ര പ്രോപ്പറായിട്ട് അറിയില്ല. അടുത്തായിട്ട് നമുക്കിനി മസ്കാര ഇട്ട് കൊടുക്കാം. ഇത് മാൾസിൻ്റെ മസ്കാരയാണ്. നല്ല വോളിയം തോന്നുന്ന ഒരു മസ്കാരയാണ് ഇത്. അടുത്തായിട്ട് നമുക്ക് ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഞാൻ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് വെച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അടുത്താണ് മെയിനായിട്ടുള്ള കാര്യം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ലിപ്സ്റ്റിക്കാണ് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു നല്ലൊരു മെറൂൺ ബ്രൗൺ ഷെയ്ഡാണ് ഇടുന്നത്. അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം വേറെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്ക് ഈ രണ്ട് ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിടുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു മെറൂൺ ആണോ എന്ന് ചോദിച്ചാൽ മെറൂണും ആണ്. മെറൂണിൻ്റെ കൂടെ ഒരു കുറച്ച് ബ്രൗണിഷ് കളറായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഈ ഷെയ്ഡ് കാണാൻ. അടുത്തത് ഞാൻ കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കണ്ടേ, കുറച്ച് ഇടണുള്ളൂ. അപ്പോൾ ലിപ്സ്റ്റിക്കും ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളത് എൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തായിട്ട് നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കാം. നിങ്ങൾ സെലിബ്രേഷനൊക്കെ പോകുമ്പോഴത്തേനും സെറ്റിംഗ് സ്പ്രേ അടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം മേക്കപ്പ് ഒന്നും അങ്ങനെ പോകുമൊന്നുമില്ല. സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ നല്ല നമ്മൾ കാലത്ത് പോയ പോലെ തന്നെ വൈകിട്ടും വരാം. അടുത്ത് ഇനി നമുക്ക് പൊട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് കളർ ഒരു പൊട്ടാണ് വെക്കുന്നത്. റെഡാണ് കുറച്ചുകൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ റെഡ് വെച്ചു.
അടുത്തായിട്ട് ഇനി നമുക്ക് ചെയിൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി എൻ്റെ കഴുത്തിലൊരു ചെയിൻ ഉണ്ട് ഗോൾഡിൻ്റെ. അപ്പോൾ ഞാനത് ഊരിയില്ല, കാരണം അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ രണ്ടും കൂടി ഇടുമ്പോൾ നല്ല ഓവറായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരെണ്ണം ഇട്ടാൽ മതി. ഇപ്പോഴത്തെ ട്രെൻഡ് ഇൻവിസിബിൾ ചെയിനൊക്കെ അല്ലേ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഈ ചെയിൻ്റെ കൂടെ തന്നെ ഒരു കമ്മലും കൂടി ഉണ്ട്. അത് ഞാൻ ഇടുന്നില്ല, കാരണം കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്മലാണ് എനിക്ക് കുറച്ചും കൂടി ഇടാൻ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ 2 കമ്മൽ വെച്ച് നോക്കുന്നുണ്ട്. ആദ്യം എന്താ ഈ കമ്മലാണ് ഇട്ട് നോക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് വെയിറ്റൊക്കെ ഉള്ളൊരു കമ്മലാണിത്. അതുപോലെ തന്നെ വേറൊരു കമ്മലും കൂടെ ഞാൻ വെച്ച് നോക്കി. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ആ ഹെവി ആയിട്ടുള്ള കമ്മലാണ്. അടുത്ത് ഇനി നമുക്കിനി ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പം എൻ്റെ ഹെയർ കുറച്ച് വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഡ്രയറൊന്നും വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ വെച്ചിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതാ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ ഇനി അപ്പുറത്തെ സൈഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ഇവിടെ സെറ്റായേ. ഇനി മുല്ലപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി നമ്മുടെ ഇന്നത്തെ ഓണം ലുക്ക് സിമ്പിളായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഫൗണ്ടേഷനൊക്കെ വെച്ചിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ലുക്കും വേറെ നല്ല നല്ല ലുക്കൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.